തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് മാക്സിമം ബിഗറായിട്ട് മാറാം. അതായത് ഇപ്പോൾ ഉള്ള തലമുറയെല്ലാം ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കും. അവർ പറയുന്ന അവർക്ക് ബിഗറായിട്ട് മാറണം, മാക്സിമം സൈസ് വരുത്തണം. അത് മസിലിൻ്റെ ആയാലും ടോട്ടലി അവരെ കണ്ട ഒരു ഹൾക്കിനെ പോലെ ഇരിക്കണം. നാച്ചുറലായിട്ട് മാക്സിമം നമുക്ക് എങ്ങനെ അതുപോലെ ആയി മാറാം, ബിഗറായിട്ട് മാറാം. അപ്പോൾ അതുപോലെ ബൾക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വെറുതെ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഒരു തരം ഡേർട്ടി ബൾക്കിംഗ് ആയ എന്ത് പറ്റും, ഒരുമാതിരി ഒരു ഷേപ്പും ഇല്ലാതെ ഒരുമാതിരി ഇങ്ങനെ പെരുവിയിരിക്കും, ബലൂൺ കണക്ക്. അവരുദ്ദേശിക്കുന്ന ബലൂൺ കണക്ക് പെരുകിയിരിക്കുന്നതല്ല, അല്ലാതെ കാണുമ്പോൾ തന്നെ നമ്മളൊരു ഘടാകടിയനായിട്ടുള്ള ഒരാൾ, മറ്റേ ഈ ഡർട്ടി ബൾക്കിംഗ് അല്ല, ആ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് തോന്നുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെ മാക്സിമം നമ്മുടെ വലിപ്പം വർദ്ധിപ്പിക്കാം നാച്ചുറലായിട്ട് തന്നെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വളർച്ചയുടെ അടിസ്ഥാനം GH ആണ്, അതായത് ഗ്രോത്ത് ഹോർമോൺ ആണ്. നമുക്കറിയാം ഈ ബോഡി ബിൽഡേഴ്സ് ഗ്രോത്ത് ഹോർമോൺ മെഡിസിനൊക്കെ എടുക്കാറുണ്ട്, GH. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ ഡയറക്റ്റ് ഇതെങ്ങനെയാണ് വർക്കാവണമെന്ന് പറയുന്നത്, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ലിവറിന് സിഗ്നൽ കിട്ടി, ലിവർ IGF-1 എന്ന് പറയുന്നത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 എന്നുള്ള ഒരു വളർച്ചാ ഹോർമോൺ അത് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അതാണ് വളർച്ചേനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വളരണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ IGF മാക്സിമം കൂടി നിൽക്കണം. അപ്പോൾ IGF നാച്ചുറലായിട്ട് എങ്ങനെയാണ് കൂട്ടാൻ പറ്റുന്നത്? അപ്പോൾ IGF-ൻ്റെ അടിസ്ഥാനം ഏറ്റവും നാച്ചുറലായിട്ട് IGF മാത്രമല്ല, ഗ്രോത്ത് ഹോർമോൺ മാക്സിമം അത് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വളർച്ച നടക്കുന്നത് തീർച്ചയായിട്ടും ഉറങ്ങുന്ന സമയത്താണ്. നമ്മൾ കുട്ടികളെയൊക്കെ നോക്കിയാൽ അറിയാം, ഏത് ജീവിയുടെ കുട്ടിയായാലും മനുഷ്യക്കുട്ടി മാത്രമല്ല, കുട്ടികൾ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങും. എന്തിനാണ് കുട്ടികൾ ഉറങ്ങുന്നത്? എപ്പോഴും ഉറക്കമായിരിക്കും കുട്ടികൾ, ഉണർന്നിരിക്കുന്ന കുറച്ച് സമയമായിരിക്കും. കാരണം ഈ ഉറങ്ങുന്ന സമയത്താണ് IGF ഈ ഗ്രോത്ത് ഹോർമോൺ റിലീസായി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞ് നല്ല ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് നല്ലവണ്ണം ഉറങ്ങിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതായത് ഉറക്ക സമയത്താണ് മാക്സിമം ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ IGF റൈസ് ആകുമ്പോൾ ടോട്ടലി തന്നെ ഒരു വളർച്ച നടക്കും, മസിൽ മാത്രമല്ല, സ്ലോലി നല്ല രീതിയിലൊരു ടോട്ടൽ വളർച്ച നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫീൽ ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ എടുക്കുന്ന ആളുകളൊക്കെ അറിയാം, ഈ IGF കൂടി അനാവശ്യ വളർച്ചയിലോട്ട് പോകും. അവിടെ കൈകളൊക്കെ വലുതാവും, കൈയും ടോട്ടൽ വലുതാവും, അവിടെ ഹാർട്ടും എല്ലാം വലുതായിട്ട് മാറും. അപ്പോൾ അത് ഫേക്കായിട്ട് മറ്റേ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് ഉറങ്ങാനുള്ള ഉറങ്ങാനുള്ള ടിപ്സ് കൂടെ അറിയണമല്ലോ. ഇപ്പം ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇപ്പം നല്ലവണ്ണം ഉറങ്ങണമെങ്കിൽ കണ്ണിൽ ലൈറ്റൊന്നും അടിക്കാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ മൊബൈൽ സ്ക്രീനിൽ നോക്കുന്നു, മോണിറ്റർ സ്ക്രീനിൽ നോക്കുന്നു, ഈ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് മനസ്സിലാക്കുന്നു ഇപ്പം നേരെ ഇരുട്ടിയിട്ടില്ല, ഇപ്പോഴും സൂര്യൻ ഉദിച്ച് ഇരിക്കുന്ന സമയമാണ്, ഇപ്പോഴും ഡേ ലൈറ്റ് ആണെന്നാണ് ഫീൽ വരുന്നത്. നമ്മുടെ ബ്രെയിനിന് അറിയത്തില്ല നമ്മൾ ലൈറ്റിനോ തലച്ചോറിനെയാണ് നോക്കുന്നതെന്ന് ബ്രെയിനിന് അറിയത്തില്ല. ഇപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്താലും ഒരു പാർട്ട്ണറുമായിട്ട് സെക്സ് ചെയ്താലും നമ്മുടെ തലച്ചോറ് മനസ്സിലാക്കുന്ന സെയിമാണ്. തലച്ചോറിൽ ഒരേ പ്രോസസ്സാണ് ഈ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോഴും ഒരു പാർട്ട്ണറുടെ കൂടെ സെക്സ് ചെയ്യുമ്പോഴും അതുപോലെയാണ്. അപ്പോൾ നമ്മൾ പകൽ ഇറങ്ങി നിന്നാലും ഒരു ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാലും തലച്ചോറ് മനസ്സിലാക്കുന്ന ഇപ്പോൾ പകലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഒരു അതായത് മാക്സിമം നിങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടത്ത് കയറി അങ്ങ് ഇരിക്കുക. ഇരുട്ടത്തിരിക്കുമ്പോൾ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാവും, ഓക്കെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് സർക്കാരിയൻ ഋതുവൊക്കെ അനുസരിച്ച് പെട്ടെന്ന് ഉറക്കം വന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് തന്നെ ഇരുട്ടുള്ള മുറി കയറി അങ്ങ് ഇരിക്കുക, വേറെ ഒരു ലൈറ്റ് ഓണാക്കാതിരിക്കുക, പെട്ടെന്ന് നല്ലവണ്ണം ഉറങ്ങാൻ പറ്റും. ഇത് ചെയ്തിരിക്കണം. ഇതാണ് IGF റൈസ് ചെയ്ത് മാക്സിമം നാച്ചുറലായിട്ട് ഗ്രോത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കലറി ഇൻടേക്ക് കൂട്ടുക, അതായത് കലറി സർപ്ലസ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ കലറി ഒന്നും വലുതായിട്ട് കൂട്ടിയില്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ ഗ്രോത്ത് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോഴും ഈ ലിവറിന് സിഗ്നൽ കൊടുത്ത് ലിവർ IGF-1 ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ കലറി കുറവാണെങ്കിൽ IGF ഏറ്റവും പീക്കായിട്ട് റൈസ് ആവത്തില്ല. അപ്പോൾ IGF മാക്സിമം റൈസായി മാക്സിമം ഗ്രോത്ത് കിടക്കണമെങ്കിൽ കലറി കൂട്ടിയേ പറ്റൂ, അല്ലാതെ ഒരു വഴിയില്ല.
അപ്പോൾ കലറി വ്യക്തമായിട്ട് പയ്യെ പയ്യെ കൂട്ടുക, അത് ഒറ്റയടിക്ക് കൂട്ടരുത്, പയ്യെ പയ്യെ കലറി കൂട്ടുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 8 മുതൽ 10 മണിക്കൂർ ഉറക്കം. നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ 10 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ പോലുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ 10 മണിക്കൂർ എന്തോ ഉറങ്ങാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഉറങ്ങുന്നു. അതിൻ്റെ കൂടെ കലറിയും കൂടെ കൂട്ടുകയാണെങ്കിൽ മാക്സിമം IGF-1 മാക്സിമം പീക്കായിട്ട് നിൽക്കും. അതുവഴി നിങ്ങൾക്ക് മാക്സിമം വളരാൻ സാധിക്കും. കലറി കൂട്ടുന്ന പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടേണ്ട എന്താണ്? പ്രോട്ടീന്. മസിൽസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ റീലിൽ പറഞ്ഞ പോലെ ലൂസിൻ അടങ്ങിയ പ്രോട്ടീൻ. അപ്പോൾ മാക്സിമം ഗ്രോത്ത് വേണമെങ്കിൽ, മാക്സിമം ലൂസിൻ റൈസ് ചെയ്യണമെങ്കിൽ അത് വേ പ്രോട്ടീൻ തന്നെയാണ്. കാരണം ഒരു പശുവിൻ്റെ കുട്ടി വളരാൻ വേണ്ടി, അറിയാമല്ലോ, ഒരു കുട്ടിയുടെ മസിൽസൊക്കെ വളരാൻ വേണ്ടിയുള്ളതാണ് അത്. അപ്പോൾ അത്രയും പീക്ക് ലൂസിൻ ഹൈ ആയിട്ടുള്ളത് ഈ വേ പ്രോട്ടീനിലാണ്. വേ പ്രോട്ടീൻ്റെ അത്ര വേറെ ഒന്നിലുമില്ല. അപ്പോൾ മാക്സിമം വേണമെങ്കിൽ എല്ലാവരും വേ പ്രോട്ടീൻ എടുത്തോ. ഇങ്ങനെ വേണമെന്നുള്ളവർ വേ പ്രോട്ടീൻ തന്നെ എടുത്താൽ ആദ്യം മാക്സിമം ലൂസിനുണ്ട്. അപ്പോൾ വേ പ്രോട്ടീൻ യൂസ് ചെയ്യുക മാക്സിമം കിട്ടാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു കുട്ടി വളരാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മുട്ടയിലും ഇറച്ചിയിലും സോയയിലൊക്കെ ലൂസിൻ ഹൈ ആയിട്ടില്ല. മറ്റേത് പാലെന്ന് പറയുന്നത് ഒരു ജീവിയുടെ കുട്ടിയുടെ മസിൽ പെട്ടെന്ന് വളരാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിൽ ഹൈ ആയിട്ടുള്ള ലൂസിനുള്ളത്. അപ്പോൾ വേ പ്രോട്ടീനാണ് സജസ്റ്റ് ചെയ്യാനുള്ള. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാച്ചുറലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ വേ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ കോഴ്സ് എടുത്ത ആളുകൾക്കൊക്കെ അവർ പറയും ഭക്ഷണം കഴിക്കാൻ സമയമില്ലെന്ന്. അപ്പോൾ ഞാൻ പറയും എടുത്തോളാൻ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ വേ പ്രോട്ടീനാണ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ ലൂസിൻ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള മോശമൊന്നുമല്ല. മാക്സിമം പീക്കിൽ IGF റൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആയിട്ടുള്ള ലൂസിനും ബാക്കിയുള്ള 9 അവശ്യ അമിനോ ആസിഡ് അത് വേ പ്രോട്ടീനിൽ ബാക്കി എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാക്സിമം വളരണമെന്നുള്ളവർക്ക് വേ പ്രോട്ടീൻ തന്നെ യൂസ് ചെയ്യേണ്ടി വരും, മാക്സിമം പീക്ക് ഗ്രോത്ത് മോഡിലോട്ട് പോകാൻ വേണ്ടി. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ IGF മാക്സിമം റൈസ് ചെയ്യുന്നത് ഈ ശക്തി പരിശീലനത്തിലാണ്. അതായത് സ്ട്രെങ്ത് ട്രെയിനിങ്. നിങ്ങൾ മാക്സിമം വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുക. അതായത് റപ്സ് കുറച്ച് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് പോകുന്ന ട്രെയിനിങ്ങിലാണ് യഥാർത്ഥത്തിൽ IGF മാക്സിമം റൈസ് ആവുന്നത്. അതായത് ഓവർ കാർഡിയോയോ അല്ലെങ്കിൽ ഓവർ എൻഡ്യൂറൻസോ അതൊന്നും ഈ ശക്തി പരിശീലനം പോലെ മാക്സിമം IGF റൈസ് ചെയ്യത്തില്ല. അപ്പോൾ വലിയ വെയിറ്റ് എടുത്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യുന്നത്, അപ്പോൾ ശരീരത്തിന് ഈ ഒരു ടെൻഷൻ വരുമ്പോൾ ശരീരം ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ, വലിയ വെയിറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വലിപ്പം വെക്കണം, ബിഗറും സ്ട്രോങ്ങറും ആയിട്ട് മാറണമെന്നായിരിക്കും നമ്മുടെ ശരീരം മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരീരം എന്ത് പറ്റും? ഇപ്പം നിങ്ങൾ 100 കിലോ എടുത്തു. അപ്പോൾ ശരീരം നോക്കുമ്പോൾ അയ്യോ 100 കിലോ എടുക്കണമല്ലേ. അപ്പോൾ 100 കിലോ എടുക്കാനുള്ള ശക്തി ഉണ്ടാക്കണം. അപ്പോൾ 100 കിലോ എടുക്കാനുള്ള ശക്തി ശരീരം ഉണ്ടാക്കും. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് 110 ആക്കും. അപ്പോൾ ശരീരം നോക്കുമ്പോൾ 100 കിലോ എടുക്കാനുള്ള ശക്തി ഞാൻ ബിൽഡ് ചെയ്തു. അപ്പോൾ അതുപോലെ അപ്പോൾ വീണ്ടും കൂട്ടണം. അപ്പോൾ വീണ്ടും ശക്തമാവാമെന്ന് പറഞ്ഞ് മസിൽസ് വീണ്ടും റീബിൽഡ് ആവും, ഗ്രോത്ത് ഹോർമോൺ വീണ്ടും കൂടും, അതുപോലെ IGF വീണ്ടും കൂടും. അപ്പോൾ മാക്സിമം ശക്തിയിലും വലിപ്പത്തിലോട്ടും ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങൾ മാക്സിമം വലിപ്പം വെക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ഈ ബിഗറും സ്ട്രോങ്ങറും എന്നുള്ള കാറ്റഗറിയിലെത്തും. അതായത് പലരും എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കും പോലെ ബിഗറാവാൻ പറ്റും. ഭയങ്കര വലിപ്പമൊക്കെ ആയിട്ട് ആര് കണ്ടാലും നിങ്ങളൊന്ന് നോക്കിപ്പോകുന്ന രീതിയിൽ വലിയ സൈസുള്ള ആളായിട്ട് മാറും. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യമായിട്ട് ഇവിടെ ഒരു ബന്ധവും ഇല്ല, അതും കൂടെ ആലോചിക്കണം. ഇവിടെ ഹെൽത്തുമായിട്ടൊരു ബന്ധവും ഇല്ല. ഇതൊക്കെ ഹെൽത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.